നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്കും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും പിന്നാലെ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര ടാസ്ക് ഫോഴ്സിലെ പ്രമുഖ അംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വെൽ പ്ലാനോടുകൂടി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം എല്ലാവരും എതിർത്ത ആധാർ കാർഡ് പോലെയുള്ള പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ ചുക്കാൻ പിടിച്ച അതിന്റെ ബ്രെയിൻ ആയിട്ടുള്ളവരെ തന്നെയാണ് ഇതിലേക്കും ഈ ഒരു ടാസ്ക് ഫോഴ്സിലേക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി തന്നെ നമ്മുടെ ഈ നാടിന് വളരെ കൈത്താങ്ങാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ക്രമക്കേടുകൾ, പരീക്ഷ ക്രമക്കേടുകളൊക്കെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് ഒരു പച്ചക്കൊടി എവിടെയൊക്കെയോ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ എതിർപ്പടയിൽ നിന്നുള്ള ബുദ്ധിമാനെ തന്നെ, എതിർപ്പടയിൽ നിന്നുള്ള ബുദ്ധിരാക്ഷസനെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഘടന മാറ്റി എഴുതാനും പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാകാനുമായി 6 പ്രമുഖ മേഖലകളിലെ വിദഗ്ധരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമിതിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം. സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, രഹസ്യാന്വേഷണം, ശാസ്ത്രം, ഭരണനിർവഹണം, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി സമിതി. വിവിധ രംഗത്ത് കഴിവ് തെളിയിച്ചവർ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേഖനിയാണ് ടാസ്ക് ഫോഴ്സ് തലവൻ. ഇന്ത്യൻ IT രംഗത്തെ അതികായനായ വ്യക്തിയാണ് ഇദ്ദേഹം. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആധാർ കാർഡ് ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് ഈ നന്ദൻ നിലേഖനിയാണ്. ഇതുകൂടാതെ മലയാളിയായ മുൻ ISRO ചെയർമാൻ S സോമനാഥും മറ്റ് പ്രമുഖരും പട്ടികയിൽ ഉണ്ട്. നന്ദൻ നിലേഖനി അതായത് ടെക്നോളജി വിദഗ്ധൻ ആൻഡ് സമിതി തലവനാണ് അദ്ദേഹം. ഇൻഫോസിസ് സഹസ്ഥാപകനും IT മേഖലയിലെ പ്രമുഖനുമായ നന്ദൻ നിലേഖനിയാണ് സമിതിയെ നയിക്കുന്നത്. IIT ബോംബെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ഇദ്ദേഹം ഇന്ത്യയുടെ UIDAI പദ്ധതിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പരീക്ഷാ നടത്തിപ്പിനായി ഹാക്ക് ചെയ്യാനോ ഉള്ളിൽ നിന്ന് ചോർത്താനോ സാധിക്കാത്ത തരത്തിലുള്ള സുരക്ഷിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കാനും ഡേറ്റ സുരക്ഷ ഉറപ്പാക്കാനും നിലേഖനിയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിന് സാധിക്കും. 2007 ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇൻഫോസിസിന്റെ CEO സ്ഥാനത്ത് നിന്ന് പുറത്തുപോയ ശേഷം ഇന്ത്യക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാൻ രൂപീകരിച്ച ഈ UIDAIയുടെ തലവനായി ചുമതലയേൽക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനുശേഷം 2014 UIDAIയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന് ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് 5 തവണ BJP MP ആയ അനന്ത് കുമാറിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മോദി സർക്കാർ നീറ്റ് വിവാദത്തിൽ വലിയ പ്രതിസന്ധിയിൽ നേരിടുമ്പോഴാണ് ഈ നന്ദൻ നിലേഖനിയുടെ സഹായം BJP സർക്കാർ തേടുന്നത്. ഇവിടെ രാഷ്ട്രീയമല്ല, വ്യക്തമായ നീക്കം തന്നെയാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് വളരെ സന്തോഷമുള്ള കാര്യമായി ഇത് മാറ്റാൻ സാധിക്കും. അവർക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ഒരു ആരോപണം ഉന്നയിക്കാൻ ഇങ്ങനെ ഈ ഒരു വഴിയിലേക്ക് കൂടി കഴിയില്ല എന്നും വ്യക്തമാണ്. കാരണം ഈ കോൺഗ്രസ് അധികാരം നിൽക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന നിലേഖനിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് അനുഭാവി കൂടിയാണ് നിലേഖനി എന്ന് പറയുന്നത്. കറൻസി നോട്ട് പിൻവലിക്കലിന് പിന്നാലെ സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ തടയുന്നതിനൊപ്പം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് രാജ്യത്തെ ജനങ്ങളെ നയിക്കുന്നതിൽ നിർണായക റോള് വഹിച്ചവരിൽ ഒരാളും ഈ നന്ദൻ നിലേഖനി തന്നെയാണ്. അക്കാലത്ത് മോദി ഈ ടെക് ഭീമന്റെ സഹായം തേടിയിരുന്നു. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിലാണ് പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ സഹായം തേടിയത്. S സോമനാഥൻ മുൻ IAS ചെയർമാൻ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മുൻ ISRO തലവനുമാണ് മലയാളിയായ S സോമനാഥൻ. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സമാനമായ യാതൊരുവിധ പിഴവുകളുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പരീക്ഷാ നടത്തിപ്പിൽ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെ വിവിധ തലങ്ങളിലുള്ള സുരക്ഷാ പരിശോധനകൾ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കും. തപൻ ദേഖ എന്ന മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, മുൻ IPS ഉദ്യോഗസ്ഥനും ഇന്റലിജൻസ് ബ്യൂറോയുടെ 28ാമത് ഡയറക്ടറുമായിരുന്ന തപൻ കുമാർ ദേഖയാണ് സമിതിയിലെ രഹസ്യാന്വേഷണ വിദഗ്ധൻ.
പരീക്ഷാ മാഫിയകളെയും ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘടനകളെയും കണ്ടെത്താനും പിടികൂടാനുമുള്ള റിയൽ ടൈം സൈബർ നിരീക്ഷണ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ ശൃംഖലകളും വികസിപ്പിക്കാൻ ഇദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകും. പ്രൊഫസർ വി കാമകോടി IIT മദ്രാസ് ഡയറക്ടറാണ് അദ്ദേഹം. IIT മദ്രാസിന്റെ ഡയറക്ടറും പ്രമുഖ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുമാണ് വി കാമകോടി. കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ ബോർഡുകളിൽ അംഗമായ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം പരീക്ഷാ ഏജൻസികളുടെ സെർവറുകളും സോഫ്റ്റ്വെയറുകളും ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കാൻ സഹായിക്കും. തീവ്രമായ രാഷ്ട്രീയ പോരിനും വാക്പോരിനും ഇടയിലും രാജ്യത്ത് തുടർച്ചയായി ആവർത്തിക്കുന്ന പരീക്ഷാ ക്രമക്കേടുകൾ തടയിടുന്നതിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരുന്ന പുതിയ ബില്ലിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം തയ്യാറായേക്കുമെന്നാണ് സൂചനകൾ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരം വിഷയമായതിനാൽ പരീക്ഷാ തട്ടിപ്പുകാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ നിയമനിർമ്മാണത്തോട് സഹകരിക്കുന്ന നിലപാടായിരിക്കും പ്രതിപക്ഷ നിര സ്വീകരിക്കുക. അതേസമയം പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ സമഗ്രമായ അഴിച്ചുപണി നടത്താനും കേന്ദ്ര സർക്കാർ ഉന്നത അധികാര ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുണ്ട്. പ്രമുഖ IT വിദഗ്ധനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ നന്ദൻ നിഖേലിയുടെ അധ്യക്ഷതയിൽ 6-അംഗ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തതോടുകൂടി കയ്യടി നീളുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ വിശ്വസനീയവും സുതാര്യവും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമാക്കുക എന്നതാണ് ഈ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാന ലക്ഷ്യം. പരീക്ഷ നടത്തിപ്പിലെ ചോർച്ചകൾ പൂർണ്ണമായി അടയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ സമിതി സമർപ്പിക്കും. ഇൻഫോസിസ് സഹസ്ഥാപകനുമെന്ന പുറമെ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ തീർച്ചയായും ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്നു. തീർച്ചയായും പാർട്ടികളുടെ സമരത്തിന് പിന്നാലെ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെ സ്വീകാര്യത നിറഞ്ഞത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.